നമസ്കാരം, ഞാൻ ഡോക്ടർ കീർത്തി സുരേഷ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് പീരീഡ്സ് ആവുന്നവർ മുതൽ ഏതാണ്ട് മാസക്കുളി നിൽക്കാറാവുന്നവരെ ഒരു ലൈഫ് ടൈമിൽ എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും പീരീഡ്സിന്റെ സമയത്ത് വേദന അനുഭവിക്കാത്തവര് ചുരുക്കമായിരിക്കും. അപ്പോൾ പീരീഡ്സിന്റെ സമയത്ത് വേദന ശരിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണോ? അത് വേറെ എന്തെങ്കിലും അസുഖത്തിന്റെ ലക്ഷണമാവാനൊക്കെ സാധ്യതയുണ്ടോ? ഇത് മാറാനായിട്ട് നമുക്ക് വീട്ടിൽ എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കുമോ? ഇതിനെ പറ്റിയൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ പീരീഡ്സ് സമയത്തുള്ള വേദനയെ നമ്മൾ ഡിസ്മെനോറിയ എന്നാണ് മെഡിക്കലി പറയുന്നത്. അപ്പൊ ഡിസ്മെനോറിയ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വയറുവേദന ആവണമെന്ന് തന്നെ ഇല്ല. ചിലർക്ക് വയറുവേദനയായിരിക്കാം, ചിലർക്ക് നടുവേദനയായിരിക്കാം, ചിലർക്ക് വയറുവേദന തന്നെ കൂടിയിട്ട് ഓക്കാനം, ഛർദി പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പം ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ഈ തരത്തിലുള്ള വേദന വരുന്നത്. അപ്പം നമ്മൾ മെഡിക്കലി ഇതിനെ രണ്ടായിട്ട് തരംതിരിക്കാറുണ്ട്. ഒന്ന് പ്രൈമറി എന്ന് പറയുന്നതും രണ്ടാമത്തത് സെക്കൻഡറി എന്ന് പറയുന്നത്. ഇതില് പ്രൈമറി എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നക്കാരനല്ല. പ്രൈമറി എങ്ങനെ തിരിച്ചറിയാം? യൂഷ്വലി പീരീഡ്സ് തുടങ്ങുന്നതിന്റെ തലേ ദിവസമോ ആ ദിവസവും മാത്രമേ ഈ രീതിയിലുള്ള പെയിൻ കാണുള്ളൂ. പിന്നെ ഒന്ന് ബ്ലീഡിങ് തുടങ്ങിയതിന് ശേഷം പെയിൻ കംപ്ലീറ്റ് ആയിട്ട് പോകും. ചിലപ്പോൾ ആദ്യത്തെ 1-2 ദിവസത്തേക്ക് 1-2 പെയിൻ കില്ലേഴ്സ് വല്ലതും എടുക്കേണ്ടി വരും. അപ്പൊ ഈ രീതിയിലുള്ള പീരീഡ്സിന്റെ സമയത്തുള്ള പെയിനെ നമ്മൾ പ്രൈമറി ഡിസ്മെനോറിയ എന്നാണ് പറയുന്നത്. ഇതിന് ആക്ച്വലി വലിയ ടെസ്റ്റുകളുടെ ആവശ്യമോ അല്ലെങ്കിൽ വലിയ ചികിത്സയുടെ ആവശ്യമോ ഒന്നും ഇല്ല. നമുക്ക് പെയിൻ കില്ലർ ആയിട്ട് ചിലര് പാരസിറ്റമോൾ കഴിക്കും, ചിലര് മെഫ്താൽ കഴിക്കും. അപ്പൊ ആ രീതിയിൽ തന്നെ അങ്ങ് പോകും. പക്ഷെ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നതാണ് നമ്മൾ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് കാണേണ്ടത്. അതിന് നമ്മൾ സെക്കൻഡറി ഡിസ്മെനോറിയ എന്ന് പറയും. അപ്പൊ എന്താണ് ഈ സെക്കൻഡറി ഡിസ്മെനോറിയ? സെക്കൻഡറി ടു സം അതർ കോസ്, അതായത് യൂട്രസിനെ ബാധിക്കുന്ന എന്തോ ഒരു പ്രശ്നം അവിടെയുണ്ട്. അതുകൊണ്ടാണ് ഈ തരത്തിലുള്ള വേദന വരുന്നത്. ഈ തരത്തിലുള്ള വേദന വരുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വലി പീരീഡ്സിന് മുന്നേ ചിലപ്പോൾ തുടങ്ങാം. ബ്ലീഡിങ് ഉള്ള എല്ലാ ദിവസവും, ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു 7 ദിവസം വരെ ബ്ലീഡിങ് ഉള്ള ഒരാളാണെങ്കിൽ ഈ 7 ദിവസവും പെയിൻ ഉണ്ടാവും. അതുപോലെ ഒരു ടാബ്ലറ്റ് ഒരു ദിവസം കഴിച്ചാലോ അല്ലെങ്കിൽ 1-2 ടാബ്ലറ്റ് കഴിച്ചാലോ ഒന്നും പെയിൻ മാറില്ല. റെഗുലർ ആയിട്ട് ഈ 7 ദിവസവും പെയിൻ കില്ലേഴ്സ് കഴിച്ചാലേ പെയിൻ മാറുള്ളൂ എന്നുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അപ്പൊ ഇതിനെയാണ് നമ്മൾ സെക്കൻഡറി ഡിസ്മെനോറിയ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ തീർച്ചയായിട്ടും എന്താണ് ഇതിന്റെ കാരണം എന്നുള്ളത് കണ്ടുപിടിക്കുകയും വേണം, അതുപോലെ തന്നെ ചികിത്സ എടുക്കുകയും ചെയ്യണം. മറ്റതുപോലെ നിസ്സാരമായിട്ട് തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല. അപ്പൊ എന്തൊക്കെ കാരണങ്ങളാണ് ഈ സെക്കൻഡറി ഡിസ്മെനോറിയക്ക് പ്രശ്നമായിട്ട് വരുന്നത്? അപ്പൊ അതില് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. അതിലൊന്നെന്ന് പറയുന്നത് യൂട്രസിന് ചുറ്റും ഉള്ള അണുബാധയാണ്. അപ്പൊ ഇങ്ങനത്തെ അണുബാധയെ നമ്മൾ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് അല്ലെങ്കിൽ PID എന്ന് പറയും. അപ്പൊ ഇതിന്റെ ലക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളപോക്ക് അധികമായിട്ട് വരുന്നു, അളവിൽ ഒത്തിരി കൂടുതലായിട്ട് വരുന്നു, നിറ വ്യത്യാസമുള്ള വെള്ളപോക്ക്, അതായത് ചെറിയ ക്രീം കളർ അല്ലെങ്കിൽ ഫ്രാങ്ക് ആയിട്ടുള്ള യെല്ലോ കളറിൽ തന്നെ ഡിസ്ചാർജ് പോകുന്നു. അതുപോലെ തന്നെയാണ് ഇതിനൊരു ചീത്ത സ്മെല്ല്, നമ്മളൊരു ഫൗൾ സ്മെല്ലിംഗ് ഡിസ്ചാർജ് എന്ന് പറയും. ഇതൊക്കെ നമുക്ക് യൂട്രസിന്റെ ചുറ്റുമുള്ള അണുബാധയ്ക്ക് ഒരു ലക്ഷണങ്ങളായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ, അവർക്ക് പീരീഡ് സമയത്ത് പെയിൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ അണുബാധ ചികിത്സിച്ച് ഭേദമാക്കിയെങ്കിൽ മാത്രമേ അവരുടെ പീരീഡ് സമയത്തുള്ള പെയിൻ മാറുകയുള്ളൂ. അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണുക. യൂഷ്വലി ഇത് ഒരു കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു കാലഘട്ടത്തിലാണ് കാണുന്നത്. അപ്പൊ ഈ രീതിയിലുള്ള അണുബാധ ആ രീതിയിൽ കണ്ടുപിടിച്ച് അതിനനുസരിച്ച് പ്രോപ്പറായിട്ട് ചികിത്സ എടുക്കണം. ചിലപ്പോൾ ഒരു ഉള്ളു പരിശോധന വേണ്ടി വന്നേക്കാം, വളരെ അപൂർവമായിട്ട് ചിലപ്പോൾ സ്കാനിങ്ങും വേണ്ടി വന്നേക്കും. പക്ഷെ ഈ 2 കാര്യങ്ങളും വെച്ച് തന്നെ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലാതെ ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ടെസ്റ്റുകളുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് എത്രയും നേരത്തെ ചികിത്സിക്കുക. ഈ യൂട്രസിന് ചുറ്റുമുള്ള അണുബാധയെ പോലെ തന്നെ കോമൺ ആയിട്ട് ഇപ്പം നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ഫൈബ്രോയിഡ്സ് എന്ന് പറയുന്നത്. ഫൈബ്രോയിഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂട്രസിന്റെ പുറത്ത് വരുന്ന ചെറിയ ചെറിയ മുഴകളാണ്. ഇതുപോലെയുള്ള ചെറിയ മുഴകൾ യൂട്രസിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പീരീഡ് സമയത്ത് നല്ല പോലെ പെയിൻഫുൾ ആകാനും അതുപോലെ തന്നെ ബ്ലീഡിങ് കൂടുതൽ ഉണ്ടാവാനും ഒക്കെ ഒരു കാരണമാവും ഈ ഫൈബ്രോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രണ്ടാമത്തെ ഒരു കോമൺ കോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അഡിനോമൈസിസ് എന്ന് പറയും. അഡിനോമൈസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്രസിന്റെ ഭിത്തിക്കുള്ളിൽ തന്നെ ഈ ഫൈബ്രോയിഡ് പോലെയുള്ള ചേഞ്ചസ് വരും. അപ്പൊ അതും ഇതുപോലെ തന്നെ സെയിം ഇഫക്റ്റ് ആണ് പീരീഡ് സമയത്തുള്ള വേദനയും ബ്ലീഡിങ്ങും ഒക്കെ കൂടുതലാക്കാനായിട്ട് ഒരു കാരണമാവുന്നത്.
അഡിനോമയോസിസ് ആണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡോമെട്രിയോസിസും ഇപ്പൊ ഒത്തിരി കോമൺ ആയിട്ട് കാണുന്നതാണ്. അപ്പൊ എൻഡോമെട്രിയോസിസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂട്രസിനകത്ത് ഒരു നോർമലി ഒരു ലൈനിങ് ഉണ്ടാവും. എല്ലാ പീരീഡ് ആവാൻ റെഡി ആവുന്ന യൂട്രസിനകത്തും ആ ഒരു ലൈനിങ് വളർന്നു വരും. പീരീഡ്സിന്റെ സമയത്ത് അത് പൊഴിഞ്ഞ് ബ്ലീഡിങ് ആയിട്ട് പോകും. അപ്പൊ ഈ രീതിയിലാണ് നമ്മുടെ നോർമൽ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് പക്ഷെ യൂട്രസിനകത്താണ്, യൂട്രൈൻ ക്യാവിറ്റിക്ക് അകത്താണ് ഈ ലൈനിങ് വരുന്നത്. പക്ഷെ ചിലർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ലൈനിങ് ചിലപ്പോൾ ഓവറീസില് അല്ലെങ്കിൽ യൂട്രസിന്റെ പുറത്ത് അല്ലെങ്കിൽ യൂട്രസിന്റെ പുറകില് ഇങ്ങനെയുള്ള സ്ഥലത്തും ഈ ലൈനിങ് വരും. അപ്പോൾ ഉള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അകത്തുള്ളതാണെങ്കിൽ ഈ ലൈനിങ് പൊഴിഞ്ഞു പോയി ബ്ലീഡിങ് ആയിട്ട് ഇത് പോയി കഴിയുമ്പോഴത്തേക്കും പ്രശ്നം മാറും. പക്ഷെ ഈ ബാക്കിയുള്ള സ്ഥലങ്ങളിലുള്ള ലൈനിങ്ങില് ബ്ലീഡിങ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് പുറത്തു പോകാനുള്ള വഴിയില്ലല്ലോ. അപ്പൊ അതിനകത്ത് തന്നെ കെട്ടിക്കിടന്ന് ഇതുപോലെ പെയിൻഫുൾ ആവാൻ ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ അതും കോമൺ ആയിട്ട് കാണുന്ന ഒരു ഇഷ്യൂ ആണ്. അപ്പൊ ഇങ്ങനെ ഒട്ടുമിക്ക കാര്യങ്ങളും നമുക്ക് ഒരു ഉള്ളു പരിശോധന വഴിയോ അല്ലെങ്കിൽ ഒരു സ്കാനിങ് വഴിയോ ഒക്കെ ഈ കാലത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ വളരെയധികം എളുപ്പമാണ്. അപ്പൊ ഈ രീതിയിൽ ബുദ്ധിമുട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണിക്കുക. ഇതുപോലുള്ള പ്രശ്നങ്ങളൊന്നും അല്ല എന്ന് ഉറപ്പുവരുത്തുക. ആ രീതിയിൽ പെയിൻ അനുഭവിക്കുന്നവരാണെങ്കിൽ ഒരിക്കലും അത് വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. കാരണം വേറെ എന്തെങ്കിലും ഈ പറയുന്ന പോലെ എന്തെങ്കിലും അസുഖത്തിന്റെ ലക്ഷണമായിരിക്കാം. അപ്പൊ അതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കാം, ഫൈബ്രോയിഡ്സ്, അഡിനോമയോസിസ് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമേ ഇല്ല എന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് കുറച്ച് വീട്ടിലെ പൊടിക്കൈകളൊക്കെ വെച്ച് എങ്ങനെ ഈ പെയിനിനെ മാനേജ് ചെയ്ത് പോവാം എന്നുള്ളത് നോക്കാം. കാരണം ഇത് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു സംഗതിയാണ് ചെറിയ രീതിയിലുള്ള പെയിൻ എന്ന് പറയുന്നത്. അപ്പോ യൂഷ്വലി എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഹോട്ട് വാട്ടർ ബാഗ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഹോട്ട് വാട്ടർ ബാഗ് നമുക്ക് പെയിൻ ഉള്ള സമയത്ത് കുറച്ചു നേരം അപ്ലൈ ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് തീർച്ചയായിട്ടും ഒരു പെയിൻ റിലീഫ് കാണും. അപ്പൊ ചിലർക്ക് വയറിന്റെ ഭാഗത്തായിരിക്കും, ചിലർക്ക് നടുവിന്റെ ഭാഗത്തായിരിക്കും. അപ്പൊ എവിടെ വേണമെങ്കിലും അത് നമുക്ക് ഹോട്ട് വാട്ടർ ബാഗ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന നല്ല ഒരു മെത്തേഡാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ആഹാരത്തിലാണ്. ആഹാരത്തില് ചില കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് ഈ പീരീഡിന്റെ സമയത്ത് പെയിൻ കുറയുന്നതായിട്ടും ചില ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പെയിൻ കൂടുന്നതായിട്ടും നമ്മൾ പഠനങ്ങളിൽ കാണുന്നുണ്ട്. അപ്പൊ അതില് പൊതുവെ പെയിൻ കുറയ്ക്കുന്ന സംഗതികൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇഞ്ചിയാണ്. അപ്പോ നമുക്ക് ജിഞ്ചർ ടീ ഒക്കെ ഈ പീരീഡ് സമയത്തുള്ള പെയിൻ കുറയ്ക്കാനായിട്ട് നല്ലതാണെന്ന് പല പഠനങ്ങളിലും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ 1 or 2 ജിഞ്ചർ ടീ ഈ സമയത്ത് കുടിക്കുന്നത് ഒരു നല്ല കാര്യമാണ്. പിന്നെ കോമൺ ആയിട്ട് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറുവപ്പട്ട, സിന്നമൺ എന്ന് പറയുന്ന സംഭവം ഇതുപോലെ തന്നെ പെയിൻ കുറയ്ക്കാനായിട്ട് ഇഫക്റ്റീവ് ആണെന്നാണ് നമ്മൾ കണ്ടുപിടിച്ചേക്കുന്നത്. അപ്പോൾ ഈ ചായയിലാണെങ്കിലും അല്ലെങ്കിൽ വെള്ളത്തിലാണെങ്കിലോ സിന്നമൺ ചേർത്ത് കുടിക്കുന്നത് വളരെ നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. പിന്നെ കോമൺ ആയിട്ട് നമ്മൾ ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ പച്ചക്കറികളും ഇലക്കറികളും. കാരണം വൈറ്റമിൻസ് പൊതുവേ നമുക്ക് ഈ പീരിയഡ് പെയിനെയൊക്കെ കുറയ്ക്കുന്നതായിട്ടാണ് പഠനങ്ങളിലുള്ളത്. അപ്പോൾ നമ്മൾ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ഇലക്കറികൾ കൂടുതലായിട്ട് ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. അതിന് നല്ലൊരു പോസിറ്റീവ് ഇഫക്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെയാണ് നട്ട്സിന്റെ കാര്യവും. നട്ട്സും ഇതുപോലെ തന്നെ നമ്മൾ പീരിയഡ് സമയത്ത് കഴിക്കുന്നത് നല്ലൊരു പോസിറ്റീവ് ഇഫക്റ്റ് പീരിയഡ്സിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള പെയിനിലും ബാക്കി അസ്വസ്ഥതകൾക്കും ഒക്കെ ഉണ്ടാക്കും എന്നാണ് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ആഹാരത്തില് കഴിയുന്നതും ഒഴിവാക്കേണ്ട സംഗതികള് മെയിൻ ആയിട്ട് ഫാറ്റി ഫുഡാണ്. ഫാറ്റ് കണ്ടന്റ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ആഹാര പദാർത്ഥങ്ങള് നമ്മൾ കഴിയുന്നതും പീരീഡ് സമയത്ത് ഒഴിവാക്കുക. അപ്പൊ അതിനകത്ത് മെയിൻ ആയിട്ട് പുറത്തുനിന്ന് നമ്മൾ മേടിക്കുന്ന ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ് അതുപോലെയുള്ള കാര്യങ്ങളായിരിക്കും വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് മാക്സിമം ഒഴിവാക്കുക. അതുപോലെ തന്നെ കഫീൻ അടങ്ങിയിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ. കഫീൻ എന്ന് പറയുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും നമ്മുടെ കോഫിയിലുണ്ട്, ഡാർക്ക് ചോക്ലേറ്റിലുണ്ട്, പിന്നെ ചായയിൽ ഒരു പരിധി വരെ ഉണ്ട്. അപ്പം ചായ ദിവസം 1 or 2 ചായ കുടിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ എക്സസ് ആയിട്ടുള്ള ചായയും നമുക്ക് ഇതുപോലെ പീരീഡിന്റെ സമയത്ത് പെയിൻ കൂട്ടും എന്നാണ് കണ്ടുപിടിക്കുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് മോഷൻ ടൈറ്റ് ആവുന്നതായിട്ട് പലരും ബുദ്ധിമുട്ട് പറയാറുണ്ട്. അപ്പൊ മോഷൻ ടൈറ്റ് ആവുന്ന രീതിയിലുള്ള ആഹാര പദാർത്ഥങ്ങളും ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പെയിനും ഓട്ടോമാറ്റിക്കലി കുറയും. പ്രത്യേകിച്ച് മൈദയിലുള്ള, കാരണം അതിനകത്ത് ഫൈബർ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 0 ആണ്. അപ്പൊ ഫൈബർ കണ്ടന്റ് കുറവുള്ള ബ്രെഡ്, ബിസ്ക്കറ്റ്, പൊറോട്ട അങ്ങനെയുള്ള ആഹാരങ്ങൾ മാക്സിമം ഒഴിവാക്കിയിട്ട് പകരം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പച്ചക്കറികൾ, ഇലക്കറികൾ, ഫ്രൂട്ട്സ്
ദിവസവും ഒരു ഏത്തപ്പഴം കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പൊ അതൊക്കെ നമുക്ക് കോമൺലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഇപ്പം കപ്പലണ്ടി ആയിക്കോട്ടെ, ബനാന ആയിക്കോട്ടെ, ഇലക്കറികൾ, മുരിങ്ങയിലയോ ചീരയിലയോ, ഇതൊക്കെ ആ സമയത്ത് കൂടുതലായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ആഹാരത്തിലുള്ള ചില വ്യത്യാസങ്ങൾ വഴി നമുക്ക് പീരിയഡ്സിന്റെ പെയിൻ ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ വേറെ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും നമുക്ക് സ്ട്രെസ് എന്ന് പറയുന്നത് പീരിയഡിന്റെ സമയത്തെ പെയിൻ കൂട്ടുന്ന ഒരു ഫാക്ടർ തന്നെയാണ്. അപ്പൊ സ്ട്രെസ് കുറയ്ക്കാനായിട്ടുള്ള മെത്തേഡ്സ്, അത് ഉദാഹരണത്തിന് മെഡിറ്റേഷൻ ആയിക്കോട്ടെ, യോഗ ആയിക്കോട്ടെ, അത് ഒക്കെ ഒരു നല്ല മെത്തേഡ്സ് ആണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഹോബീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന, അതായത് ഇപ്പം ഡാൻസിങ്ങിലോ അല്ലെങ്കിൽ ഇപ്പം ചെടികളൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ ഗാർഡനിങ്ങിലോ, അപ്പൊ അങ്ങനെയൊക്കെ നമ്മുടെ ശ്രദ്ധ ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്യുകയും ചെയ്യും. പിന്നെ ഈ പറയുന്ന പോലെ ഉള്ള എക്സസൈസസ് ആയിക്കോട്ടെ, ഹോബീസ് ആയിക്കോട്ടെ ഒക്കെ ചെയ്യുമ്പോൾ ഹാപ്പി ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ റിലീസ് ആവുകയും ചെയ്യും. ഇതും പീരിയഡ്സിന്റെ പെയിന് ഒരു പരിധി വരെ കുറയ്ക്കും. ഈ യോഗ തന്നെ വേണമെന്നില്ല, എന്തൊരു എക്സസൈസ് ആണെങ്കിലും അത് സന്തോഷത്തോടെ ചെയ്യണം, എന്നാൽ മാത്രമേ കാര്യമുള്ളൂ. അപ്പൊ ആ രീതിയിൽ ചെറിയ ലൈറ്റ് ആയിട്ടുള്ള ഒരു 10-15 മിനിറ്റ് ഒരു ഗാർഡനിൽ നടക്കാൻ പോവുക, അല്ലെങ്കിൽ ഒരു പാർക്കിൽ നടക്കാൻ പോവുക, അതൊക്കെ ഒരു പോസിറ്റീവ് ഇഫക്റ്റ് ഉണ്ടാക്കും. ഒന്ന് ഞാൻ പറഞ്ഞ പോലെ ഡിസ്ട്രാക്ഷനും, പിന്നെ അതുപോലെ തന്നെ ഈ ഹാപ്പി ഹോർമോൺസും. ഈ രണ്ട് മെക്കാനിസവും വഴി നമുക്ക് പീരിയഡ്സിന്റെ സമയത്തെ പെയിനെ ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇനി ഇതിലൊന്നും നിന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മെഡിസിൻസ് എടുക്കാം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പാരസ്റ്റമോള്, മെഫ്താല്, അതൊക്കെയാണ് കോമൺലി നമ്മൾ കൊടുക്കുന്ന മെഡിസിൻസ്. പക്ഷെ സ്റ്റിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മെഡിസിൻസ് എന്തെങ്കിലും എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്ത് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില അസുഖങ്ങളുള്ള, ചില ഹാർട്ടിന്റെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ചില ലിവറിന്റെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ കിഡ്നിയുടെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഈ മെഡിസിൻസ് ഒന്നും ചിലപ്പം കഴിക്കാൻ പറ്റണമെന്നില്ല. അല്ലെങ്കിൽ മരുന്നിന് അലർജി ഉള്ളവർക്ക് ഈ മെഡിസിൻസ് ഒന്നും കഴിക്കാൻ പറ്റണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം മെഡിസിൻസ് കഴിക്കുന്നതായിരിക്കും ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഈ ഇഷ്യൂസിനൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അയ്യോ, പീരിയഡ്സിന്റെ സമയത്ത് പെയിൻ എന്ന് പറയുന്ന ഒരു വലിയ ഇഷ്യൂ ആയിട്ട് കാണേണ്ടതില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഫൈബ്രോയിഡ്സ് പോലെയുള്ള അസുഖം ഉണ്ടെങ്കിൽ അതിനെ ചികിത്സിക്കുക വഴിയും, അല്ലെങ്കിൽ ബാക്കിയുള്ള മെത്തേഡ്സ് വഴിയും നമുക്ക് പെയിനെ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ ഒത്തിരി ഹോർമോൺസ് എടുത്തുകൊണ്ടുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്, ടാബ്ലറ്റ്സ് ആയിട്ടുണ്ട്, ഇഞ്ചക്ഷൻ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ യൂട്രസിനകത്ത് വെക്കുന്ന ഒരു ഇൻട്രായൂട്രൈൻ ഡിവൈസസ്, മിറീനാന്ന്, എമിലീനൊക്കെ പേരുള്ള ഹോർമോണൽ ആയിട്ടുള്ള തന്നെ ഇൻട്രായൂട്രൈൻ ഡിവൈസസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ അങ്ങനെ പെയിൻ സഹിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പോൾ പെയിൻഫുൾ ആയിട്ടുള്ള പീരീഡ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അതിന്റെ കാരണം എന്ന് കണ്ടുപിടിച്ച് എത്രയും നേരത്തെ അതിന് ട്രീറ്റ്മെന്റ് എടുക്കുക തന്നെ വേണം. പിന്നെ ആക്ച്വലി ഫാമിലിക്കും ഈ കാര്യത്തിൽ ഒരു റോളുണ്ട്. ഈ പറയുന്ന പോലെ നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഇതുപോലെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടർ കൺസൾട്ടേഷന് കൊണ്ടുപോകണം. അതുപോലെ തന്നെ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള അവരുടെ സപ്പോർട്ടും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഒരു വർക്ക് ചെയ്യുന്ന കുട്ടി അല്ലെങ്കിൽ ഹൗസ് വൈഫ് ആയിട്ടുള്ള കുട്ടിയാണെങ്കിൽ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സും ഒക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്ത്, അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുന്നതിലൊക്കെ ഹസ്ബൻഡ്സ് ഒക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ വളരെ ഒരു പോസിറ്റീവ് ഇഫക്റ്റ് ആയിരിക്കും. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്ട്രെസ് ഹോർമോൺസ് കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പീരിയഡ്സിന്റെ സമയത്തെ പെയിനും കൂടും. അപ്പൊ എത്ര സ്ട്രെസ് ഫ്രീ ആയിരിക്കുന്നോ അത്രയും നല്ലത്. അപ്പോൾ പീരിയഡ്സിന്റെ സമയത്തെ പെയിൻ, അതിന്റെ കാരണങ്ങൾ എന്തെല്ലാമായിരിക്കാം, അപ്പൊ അതിന് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ശ്രമിച്ചേക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലെ ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആൾക്കാർക്ക് ആർക്കെങ്കിലും ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയുള്ള ഹെൽത്ത് റിലേറ്റഡ്, സ്ത്രീകളുടെ ആരോഗ്യത്തെ പറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് സംസാരിക്കുന്ന ഒരു ചാനലാണ് നമ്മുടേത്. അപ്പൊ അങ്ങനത്തെ ടോപ്പിക്സ് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് സ്റ്റിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, ഞാനിപ്പോ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണോ, അല്ലെങ്കിൽ മനസ്സിലായില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം, ഞാൻ റിപ്ലൈ ചെയ്യാം. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.